ओम नमो भगवते वासुदेवाय। श्लोका 3। अविद्यानाम् अन्धस्मितमिरहिरद्वीपनगरी जडानां चैतन्यस्तबगमकरन्दस्रुतिझरी दरिद्राणां चिन्तामणिगुणनिका जन्मजलधौ निमग्नां दंष्ट्रामुररिपुवराहस्य भवति. അവിദ്യാനാം അജ്ഞാനികൾക്ക് അന്തസ്തിമിര മിഹിര ദ്വീപ നഗരി അകത്തുള്ള, അതായത് മോഹമാകുന്ന ഇരുളിനെ ഇല്ലാതാക്കുന്ന ആദിത്യന്റെ വസതിയായിട്ട്, ജഡാനാം മന്ദബുദ്ധികൾക്ക് ചൈതന്യ സ്തബക മകരന്ദ ശ്രുതി ചരി ചൈതന്യമാകുന്ന പൂങ്കൊത്തിൽ നിന്നൊഴുകുന്ന നറുന്തേൻ പ്രവാഹമായും, ദരിദ്രാണാം ദരിദ്രന്മാർക്ക് ചിന്താമണി ഗുണനിക ചിന്താമണി രത്ന സമൂഹമായും, ജന്മജലധൗ സംസാര സമുദ്രത്തിൽ നിമഗ്നാം മുഴുകിക്കിടക്കുന്നവർക്ക് ദംഷ്ട്ര തേറ്റപ്പല്ലായും, മുരരിപു വരാഹസ്യ വരാഹരൂപിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഭവതി പാദധൂളിയായി ഭവിക്കുന്നു. ഈ ദേവിയുടെ പാദധൂളി അജ്ഞാനികളുടെ മോഹമാകുന്ന അന്ധകാരത്തെ നിശേഷം നീക്കം ചെയ്യുന്ന സൂര്യന്റെ പാർപ്പിടവും, ചൈതന്യം ഇല്ലാത്തവർക്ക് ചൈതന്യമാകുന്ന പൂങ്കൊത്തിൽ നിന്നൊഴുകുന്ന മകരന്ദധാരയായും, ദരിദ്രന്മാർക്ക് അഭീഷ്ടങ്ങളെല്ലാം നൽകുന്ന ചിന്താമണി രത്ന സമൂഹമായും, സംസാരാർണവത്തിൽ മുഴുകിക്കിടക്കുന്നവർക്ക് അതിൽ നിന്നും ഉദ്ധരിക്കുവാൻ സമർത്ഥമായ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ ദംഷ്ട്രയായും തീരുന്നു നമ്മുടെ സാക്ഷാൽ ദേവി. അവിദ്യാനാം അന്തസ്മിതിമിരമിഹരദ്വീപനഗരീ ജഡാനാം ചൈതന്യസ്തബകമകരന്ദശ്രുതിചരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാം ദംഷ്ട്രാമുരരിപുവരാഹസ്യ ഭവതി. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.